സംസ്ഥാനത്തെ പേവിഷബാധ പ്രതിരോധ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നില്ലെന്ന് വിവരാവകാശ രേഖ. വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയ്ക്ക് ഗുണനിലവാരം ഉറപ്പാക്കുന്നതുമായി രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിൽ മാത്രം. ഇതുവരെ ലഭിച്ചത് 9 ജില്ലകളിൽ നിന്നുള്ള മറുപടി. ഇടുക്കി, എറണാകുളം, തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ പേവിഷബാധ പ്രതിരോധ മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ 2021 ശേഷം പരിശോധന നടന്നിട്ടില്ല. എല്ലാ ജില്ലകളിലെയും മരുന്നിന്റെ സാമ്പിൾ ഗുണനിലവാര പരിശോധനയ്ക്ക് അയക്കണമെന്ന നിയമം നിലനിൽക്കെയാണ് ഇത്. പൊതുപ്രവർത്തകനായ റിജോ വള്ളംകുളം നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായത്. 9 ജില്ലകളിൽ 8 ജില്ല, അത് കണ്ണൂർ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ തെരുവുനായ വിഷയം അതിരൂക്ഷമാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൻറ്റി റാബീസ് വാക്സിൻ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ. കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള ഗുണനിലവാരം പരിശോധിച്ചു എന്ന് പറയുന്നത്, അതിനകത്ത് തന്നെ ഏത് ബാച്ചാണെന്നൊന്നും പറയുന്നില്ല. ഗുണനിലവാരം പരിശോധിച്ചു എന്ന് മാത്രമേ അധികൃതർ പറയുന്നുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളതാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം എനിക്കൊരു രേഖ എന്ന രീതിയിലാണ് ഞാൻ കൊടുത്തപ്പം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആന്റി റാബീസ് വാക്സിൻ, റാബീസ് ഇമ്മ്യൂണോ ഗ്ലോബിൻ എന്നീ പേവിഷബാധ പ്രതിരോധ മരുന്നുകൾക്കാണ് ഗുണനിലവാരം ഉറപ്പാക്കാത്തത്. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കി മാത്രം ഉപയോഗിക്കണമെന്നും സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അടിയന്തര ശ്രദ്ധ വിഷയത്തിൽ ഉണ്ടാകണമെന്നും റിജോ വള്ളംകുളം ആവശ്യപ്പെട്ടു. മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാത്തത് വിപരീത ഫലമുണ്ടാക്കുമെന്നും പൊതുപ്രവർത്തകർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.